ഫോട്ടോഷോപ്പിൽ മലയാളം ഫോണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോയിൽ ഒരാൾ കമൻ്റായിട്ട് ചോദിച്ചതാണ് എങ്ങനെ അറബിക് ഫോണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യാമെന്ന്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഇൻബിൽട്ട് ആയിട്ട് ഒന്നോ രണ്ടോ അറബിക് ഫോണ്ടുകൾ ഉണ്ടാവും. വെറൈറ്റി ഫോണ്ടുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് തന്നെ ഇടണം, ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ അറബിക് ഫോണ്ടുകൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് ഈ ഒരു വെബ്സൈറ്റിലോട്ട് ആദ്യം വരിക. ഇവിടെ വായിച്ചു നോക്കിയാൽ അറിയാം, ഫ്രീ അറബിക് ഫോൺസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അത് വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഫോൺസ് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. കണ്ടോ, ഈ ഫോണ്ടുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതെങ്ങനെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവരുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള വേറെ ഫോണ്ടുകൾ വേണമെങ്കിൽ ഇത് തൊട്ടിപ്പുറത്ത് വേറൊരു വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അറബിക് ഫോൺസ് ഇനിയുണ്ട്. ലിസ്റ്റ് ഇവിടെ വേറെയും കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഇതിപ്പോൾ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ലിസ്റ്റ് അവിടെ ഉണ്ട്, വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഒരു ഫോണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് തൽക്കാലം ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് ലാസ്റ്റ് കാണുന്ന ഈ ഒരു ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ആ ഫോണ്ട് നേരെ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്, ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് മറ്റു വെബ്സൈറ്റിൽ നിന്ന് ഇതേപോലെ തന്നെ കേട്ടോ, സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇവിടെ ഡൗൺലോഡ് ആവും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നില്ല, മറ്റേത് കണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഡൗൺലോഡായ ഫോണ്ടിൻ്റെ ഫോൾഡറിലോട്ട് പോവുകയാണ്. ഫോൾഡറിൽ ചെന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഇതിൽ ഫോണ്ടിൽ രണ്ടെണ്ണം ഇവിടെ കിടപ്പുണ്ട്. ഒരു ബോൾഡ് ഫോണ്ട് കിടപ്പുണ്ട്, അതിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള ഫോണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇത് എന്ത് ചെയ്യണം, നമ്മൾ വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിലിവിടെ ഇൻസ്റ്റാൾ എന്ന് കാണും. ഈ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ഇൻസ്റ്റാളായി. ഇനി നമ്മൾ രണ്ടാമത്തെ ബോൾഡ് ആയിട്ടുള്ള അതിൽ രണ്ട് ക്ലിക്ക് ചെയ്യുക, അതും ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ പേരൊന്ന് നോക്കി വെച്ചോളൂ. എന്താണ്? ടിൻഡ അറബിക്കോ അങ്ങനെ എന്തോണം. ഇത് പേരൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചെന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. നമ്മൾ ഫോട്ടോഷോപ്പിൽ പോയിട്ട് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഫോണ്ട് സെക്ഷനിൽ നമ്മൾ അവിടെ എന്താണ് നമ്മുടെ പേര്, ടിൻഡ എന്നല്ലേ നമ്മൾ പറഞ്ഞ, ടിൻഡ. യെസ്, ടിൻഡ അറബിക്കിൻ്റെ ബോൾഡും ലൈറ്റും ഇവിടെ രണ്ടും വന്ന് കിടപ്പുണ്ട്. കണ്ടല്ലോ, രണ്ട് അറബിക് ഫോണ്ടുകൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ടൈപ്പ് ചെയ്യണം. എനിക്ക് അറബിക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ല, എൻ്റെ ആ കീബോർഡും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ബ്രൗസർ എടുക്കുക. അറബിക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ, അറബിക്ക് അറിയുന്ന ആൾക്കാർക്ക് ഈ ഒരു വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറബിക്കിൻ്റെ കീബോർഡ് കിട്ടും. ഇവിടെ നിങ്ങളിത് ഇവിടെ എന്ത് ടൈപ്പ് ചെയ്താലും ഇതിൽ കാണുന്ന അറബിക്ക് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോക്കി ഈ കീകൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ അറബി ടൈപ്പ് ചെയ്ത് വരുന്ന കാണാൻ പറ്റും. കണ്ടല്ലോ, കണ്ടോ, അറബി എഴുതുന്നത് വലത് നിന്നും ഇടത്തോട്ടാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് കേട്ടോ. എനിക്ക് അത് മാത്രമേ അറിവുള്ളൂ, അല്ലാതെ അറബിലൊന്നും അറിയില്ല. ഞാൻ ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോപ്പി എടുത്ത് നേരെ അങ്ങോട്ട് പോയി പേസ്റ്റ് ചെയ്യാം. എവിടെയാണ്, ഇവിടെ നിന്ന് കോപ്പി എടുക്കുക, എന്നിട്ട് നേരെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറബിക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഗൂഗിളിൻ്റെ ട്രാൻസ്ലേറ്ററിൻ്റെ പേജ് ഉണ്ട്, ആ പേജ് തന്നെ എടുക്കണം കേട്ടോ. പേജ് എടുത്ത് ഓപ്പൺ ചെയ്യുക. ഈ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ടേ. എന്നിട്ട് അവിടെ ആദ്യത്തെ കോളത്തിൽ ഇവിടെ മലയാളം സെലക്ട് ചെയ്യുക. ഇതിവിടെ മലയാളം കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മലയാളം, അതിനുശേഷം ഇവിടെ ഇതേപോലെ ആരോ മാർക്കുണ്ട്, അവിടെ നിന്ന് അറബിക്ക് സെലക്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ ഇവിടെ താഴെ വന്ന് ഇവിടെ മാന്ന് എഴുതിയിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമസ്കാരം എന്ന് ആദ്യം കാണും. അതാണ് മംഗ്ലീഷ് കീബോർഡ് കേട്ടോ. അതിലൊന്ന് നിൽക്കുക. അതിൽ ഞെക്കിയിട്ട് നിങ്ങൾ ഇവിടെ സിമ്പിളായിട്ട് ഞാൻ സുഖമാണോ എന്നടിക്കുകയാണ്. സുഖമാണോ എന്ന് അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മലയാളം ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഏത് മലയാളമാണോ കറക്റ്റ് അതെടുക്കുക. ഇവിടെ ആദ്യം കാണുന്ന സുഖമാണോ അതെടുക്കുകയാണ് ഞാൻ. ഇവിടെ അറബിക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ താഴെ കാണുന്ന കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇനി ഫോട്ടോഷോപ്പിൽ വരിക. ഫോട്ടോഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ഒരു ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് Ctrl+V പ്രസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. നമ്മൾ മൂവ് ടൂൾ എടുത്തിട്ട് എന്നെ വലിച്ച് നീക്കുന്നു. കണ്ടോ, ആ ഒരു ഫോണ്ട് ഇവിടെ
കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഏത് ഫോണ്ടാണോ ഇടുന്നത് ആ ഒരു ഫോണ്ട് ഇവിടെ കൊണ്ടുവരാം. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നമ്മളെല്ലാ ഫോണ്ടുകളും ഇത് കണക്ക് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ അറബിക് ഫോണ്ട് പല രീതിയിൽ പല വെറൈറ്റി ഫോണ്ടുകൾ ഇത് കണക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റ.